മുഹ്യിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു വന്നപ്പോൾ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിനെ എതിർത്ത ആളുകൾ ഉണ്ടായിരുന്നു. നമ്മൾ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ നിന്നു. ഷെയ്ഖ് റിഫായി റളിയല്ലാഹു അൻഹു വന്നു, നമ്മൾ ഷെയ്ഖ് റിഫായി റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ നിന്നു. കേരളത്തിലെ 6-ാം നൂറ്റാണ്ടിൽ സാദാത്യങ്ങൾ വന്നിട്ടുണ്ടെന്നാണ്. 6, 7, 8 നൂറ്റാണ്ടുകളിലാണ് സയ്യിദന്മാർ ലോകത്തിന്റെ എല്ലാ ഭാഗത്തേക്കും പോയത്. കേരളത്തിൽ ലഭിച്ച അത്ര സ്വീകാര്യത ലോകത്തെവിടെയും സയ്യിദന്മാർക്ക് ലഭിച്ചിട്ടുണ്ടാവില്ല. എന്താ കാരണം? കേരളത്തിൽ സയ്യിദന്മാർക്ക് സ്വീകാര്യത ലഭിക്കാനുണ്ടായ കാരണം കേരളത്തിൽ 6-ാം നൂറ്റാണ്ട് മുതൽ പള്ളി ദർസുണ്ടായിരുന്നു എന്നതാണ് കാരണം. ലോകത്തെവിടെയില്ലാത്ത ഇസ്ലാമിന്റെ തനതായ രീതി, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ മാർഗം കേരളത്തിൽ നിലനിന്നതിന്റെ പിന്നിലെ രഹസ്യം 9-ാം നൂറ്റാണ്ട് വരേക്കും സജീവമായ ദർസുകൾ ഉണ്ടായിരുന്നു എന്നതാണ്. 6-ാം നൂറ്റാണ്ടിൽ 7-ാം നൂറ്റാണ്ടിൽ തന്നെ താനൂർ പഴങ്കുളങ്ങര പള്ളിയിൽ ദർസ് ആരംഭിച്ചിട്ടുണ്ടെന്ന് ചരിത്രത്തിലുണ്ട്. അതിനു മുമ്പും ദർസുണ്ട്, പക്ഷെ ചരിത്രപരമായി രേഖയില്ല. ചരിത്രപരമായി രേഖയുള്ള ആദ്യത്തെ ദർസ് 6-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ താനൂർ പഴങ്കുളങ്ങര പള്ളിയിൽ ആരംഭിച്ച ദർസാണ്. അതിനുശേഷം ആയിരക്കണക്കിന് ദർസുകൾ കേരളത്തിലുണ്ടായി എന്നതാണ് നമ്മൾ സുന്നികളായതിൻ്റെ കാരണം. പഴമക്കാരായ ആൾക്കാരെ പരിശോധിച്ച് നോക്കിയാൽ ഫത്തുൽ മൊയ്ൻ ഒരു 10 പേജ് ഓതാത്ത ഒരു കന്നൂട്ടേരനുണ്ടാവില്ല. പഴയ ആൾക്കാരെ പരിശോധിച്ച് നോക്കിയാൽ റിയാദുസ് സാലിഹീൻ എന്നൊരു 10 ബാബു ഓതാത്ത ഒരു തെങ്ങമ്മ കയറുന്ന മനുഷ്യനുണ്ടാവില്ല. റിയാദുസ് സാലിഹീൻ തസവുഫാണ്. അതിക്ക് എന്നൊരു 4 ബൈത്ത് കാണാതെ കിട്ടാത്ത ഒറ്റ പജിനെ കറക്കണ ആളും ഉണ്ടാവില്ല എന്നുള്ളതാണ് പഴയ കാലം. പള്ളി ദർസാണ് നമ്മൾ സുന്നികളായതിൻ്റെ കാരണം. ആ പള്ളി ദർസ് ഉണ്ടായി എന്നത് തന്നെയാണ് സയ്യിദന്മാർക്ക് നമ്മുടെ നാട്ടിൽ സ്വീകാര്യത ലഭിക്കാനുണ്ടായ കാരണം. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിന്റെ പ്രാധാന്യത്തെ ആലിമീങ്ങൾ അവർ വരുന്നതിന് മുമ്പ് തന്നെ കേരളക്കാരെ പഠിപ്പിച്ചിരുന്നു എന്നതാണ് അവർക്ക് സ്വീകാര്യത ലഭിച്ചത്. അതുകൊണ്ട് ഇവിടൊക്കെ നമ്മൾ സ്വാലിഹീങ്ങളുടെ കൂടെയാണ് നിന്നത്. സജ്ജനങ്ങൾ, അഹ്ലുൽ ഹഖ്, സ്വാദിഖീങ്ങൾ. സൂറത്തു തൗബയുടെ ആയത്താണ്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനൂ മഅസ് സ്വാദിഖീൻ. നിങ്ങൾ അള്ളാഹുവിനെ തഖ്വ ചെയ്തുകൊണ്ട് ജീവിക്കുകയും സ്വാദിഖീങ്ങളോട് കൂടെയാവുകയും ചെയ്യുക എന്ന്. സത്യവാന്മാർ, അഹ്ലുൽ ഹഖ്, ഹഖിന്റെ അഹ്ലുകാരുടെ കൂടെയാവുക.